ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിത അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള തിരുവെഴുത്തുകൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമുക്കറിയാം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതാവസ്ഥ 1 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് നമുക്കിവിടെ ചിന്തിക്കുവാൻ കഴിയുന്നത്. 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 1, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഒരാൾ ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 2, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതാവസ്ഥ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 3, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്ന് നമുക്ക് ഈ തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു ദൈവാനുഗ്രഹത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്നത്? തിരുവെഴുത്തുകൾ അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവൻ്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങി ജലാശയത്തിൽ നിന്ന് സമൃദ്ധിയായി ജലം അതിന് ലഭിക്കുന്നത് കൊണ്ട് അതിൻ്റെ ജീവനും അതിൻ്റെ പച്ചപ്പും അതിൻ്റെ ഫലവുമെല്ലാം അനേകർക്ക് അനുഗ്രഹമായി തീരുന്നത് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ അനുഗ്രഹം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായം അതിന് 7 വാക്യം വായിക്കുമ്പോൾ, യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിനരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് എങ്ങനെയാണ് ആ ഭാഗ്യവാനായി തീരുന്ന കാര്യം? യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ വിശുദ്ധ വേദപുസ്തകം ആഴത്തിൽ പഠിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നത്, ആരൊക്കെ യഹോവയിൽ ആശ്രയിച്ചിട്ടുണ്ടോ, ആരൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ടോ, അവൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയും നന്മയും അനുഗ്രഹങ്ങളും കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ ഉലച്ചുവിഴയുന്ന കൊടുങ്കാറ്റ് അത് നമുക്കെതിരെ കടന്നു വന്നേക്കാം. ജീവിത പ്രശ്നങ്ങളുടെ പ്രതിസന്ധികൾ തിരമാലകൾ പോലെ ഒന്നിനു പിറകെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. എന്നാൽ അതിനെയെല്ലാം ദുഷ്പ്രഭമാക്കുന്ന ആ ദൈവ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയും ആ ദൈവത്തിലുള്ള അചഞ്ചലമായിരിക്കുന്ന ഭക്തിയും ദൈവത്തിലുള്ള ആശ്രയമൊക്കെ അവനെ സകല പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളൊരു പക്ഷേ ജീവിതത്തിൻ്റെ കഠിനമായിരിക്കുന്ന വ്യതയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഒരുപക്ഷെ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഒരുപക്ഷെ വേദനയുടെ നീർച്ചുഴിയിൽ ആണ്ടുപോയവരായിരിക്കാം. എന്നാൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ദൈവം തന്നെ നിങ്ങളുടെ ആശ്രയമായിരിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളെ ആ മഹാകഷ്ടത്തിൽ നിന്ന് വിടുവിച്ച് സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരുവാൻ കഴിയുന്ന ജീവനുള്ള, സ്നേഹമുള്ള, കരുണയുള്ള, സഹാനുഭൂതിയുള്ള ഒരു മഹാദൈവം നമുക്കുണ്ട് എന്ന് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ലഭ്യമാക്കുവാൻ കഴിയും. ഞാൻ ഒരു കഥ എങ്ങനെ ഓർത്തു പോവുകയാണ്. പേമാരി ഉള്ള ഒരു ദിവസം ആറ്റിനരികെ നിൽക്കുന്ന വേരറ്റുപോയ ഒരു വൃക്ഷം, അത് ആ കൊടുങ്കാറ്റടിച്ച് അതിൻ്റെ വേര് മുറിഞ്ഞ് ആ വൃക്ഷം താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചില്ലകളിൽ ഒരിടത്തിരുന്ന് മനോഹരമായിരിക്കുന്ന ഗാനം ആലപിക്കുന്ന ഒരു പക്ഷിയുടെ ചിത്രം ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇതിനു മുമ്പ് പതിഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഇത് കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. എന്താണത് അർത്ഥമാക്കുന്നത്? അത് ആശ്രയിച്ചത് അതിൻ്റെ ചിറകുകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ അത് ലോകത്തിലുള്ള വസ്തുക്കളെയല്ല, ലോകത്തിൻ്റെ വഴികളെയല്ല, മറിച്ച് യഹോവയിൽ ആശ്രയിക്കുന്നതുകൊണ്ട് അവൻ്റെ ജീവിതം അനുഗ്രഹമായി തീരും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ ആദ്യം പറയുന്നത് പോലെ, അവൻ വെള്ളത്തിൽ ആറ്റിനരികെ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും അവൻ സാധിക്കും എന്ന് ഈ തിരുവെഴുത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ നമുക്ക് മറ്റൊരു ഭാഗം കൂടി അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മളെല്ലാം ഫലം കൊടുക്കുന്നവരാണോ? വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 21 അധ്യായം 18 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം കർത്താവ് ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു.
അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ഫലമൊന്നും കാണാത്തത് കൊണ്ട് കർത്താവ് ആ അത്തിവൃക്ഷത്തെ ശപിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് മർക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 19 വാക്യം വായിക്കുമ്പോൾ അവൻ ആ വൃക്ഷത്തിൻ്റെ അടുക്കെ ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്? മാത്രമല്ല മർക്കോസ് സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് അത്തിപ്പഴം കൊടുക്കുന്ന കാലമല്ലായിരുന്നു. അപ്പോൾ ഫലമില്ലാത്ത ഒരു കാലത്ത് ഫലം പ്രതീക്ഷിച്ച് കർത്താവോട് ചെല്ലുമ്പോൾ ഫലം കണ്ടില്ല എന്നുള്ളതാണ് നമുക്കവിടെ ഒരു വിഷയം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്, നമുക്ക് അത്തിവൃക്ഷത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇല തളിർത്ത് നിൽക്കുന്നത് അതിൻ്റെ ഫലം കൊടുക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില തലപ്പഴങ്ങൾ ഫലം കൊടുക്കുന്നതിന് മുമ്പേ അത്തിവൃക്ഷത്തിൽ ഉണ്ടാകും എന്ന് വിശുദ്ധ വേദപുസ്തകത്തോട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതൊരു പക്ഷേ കർത്താവ് അതാണ് അവിടെ അന്വേഷിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അതിനെക്കുറിച്ച് കാണുന്നത്? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 28 അധ്യായം അതിൻ്റെ 4 വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ, ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവൻ്റെ ഭംഗിയുള്ള അലങ്കാരം ഫലശേഖര കാലത്തിന് മുമ്പേ പഴുത്തതും കാണുന്നവർ ഉടനെ പറിച്ചു തിന്ന് കളയുന്നതുമായ അത്തിപ്പഴം പോലെ ഇരിക്കും എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഫലം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത്തിവൃക്ഷത്തിൽ ഉണ്ടാകുന്ന ഫലം, തലക്കനി, അത് വളരെ മധുരമുള്ളതാണ്, വളരെ രുചിയുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് അത് നോക്കുകയാണ്, പക്ഷേ അവിടെ ഫലം കണ്ടില്ല. കണ്ടാൽ ആ വൃക്ഷം വളരെ ഫലം കൊടുക്കുന്ന, ഇടതൂർന്ന് നിൽക്കുന്ന ഒരു വൃക്ഷമായിട്ട് നമുക്കത് കാണാൻ കഴിയുമെങ്കിലും ഫലമില്ലാത്ത വൃക്ഷമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, പലപ്പോഴും ക്രിസ്തീയ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെ ഒക്കെ നടുവിൽ ആത്മീയ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ എത്രയോ നിർജീവമായ ജീവിതങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെയുള്ളതാണോ? നമ്മൾ ആത്മഫലം കൊടുക്കുന്നവരാണോ? ക്രിസ്തീയ ജീവിതത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നവരാണോ? ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ അനന്തമായിരിക്കുന്ന സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നവരാണോ? ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരാണോ എന്ന് നമ്മൾ ആത്മവിചിന്തനം ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രതീക്ഷിക്കുന്ന ഫലം നമുക്ക് തക്ക സമയത്ത് കൊടുക്കാൻ കഴിയുമോ? ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് യഹൂദന്മാരുടെ ജീവിതവും അവിടെ നിഴലായിട്ട് വരുന്നുണ്ട്. ഒന്ന്, അത് ആ അധ്യായം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്, അന്ന് അവർ യെരുശലേം ദേവാലയത്തിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്ത് കർത്താവിനെ വളരെ ആഘോഷമായി കൊണ്ടുപോയ സന്ദർഭം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. താൻ പിന്നീട് പല വൻകാര്യങ്ങൾ അവിടെ ചെയ്യുന്നതൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബഥാനിയിൽ പോകുന്നതും രാത്രിയിൽ അവിടെ തങ്ങുന്നതും. പിന്നെ രാവിലെ കർത്താവ് കടന്നു പോകുമ്പോഴാണ് ഈ അത്തിവർഷത്തിൻ്റെ ഇതിലേക്ക് നോക്കി ഫലമുണ്ടോ എന്ന് പ്രതീക്ഷിക്കുക. രാവിലെ വിശന്നു എന്ന് കാണുമ്പോൾ തലേ ദിവസത്തെ തന്നെ ദീർഘമായ ശുശ്രൂഷയും അതുപോലെ തന്നെ ഒരുപക്ഷെ ആ സമയത്ത് ആവശ്യത്തിന് ആഹാരം കിട്ടാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം കർത്താവ് രാവിലെ വിശന്ന് അത് നോക്കി എന്ന് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിനെ കൊണ്ടു നടന്നവർ, കർത്താവിന് ഹോശന്ന പാടിയവരൊന്നും കർത്താവിന് പ്രയോജനപ്പെട്ടില്ല എന്ന് പിൽക്കാല ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെയാണോ? നാം ഒരുപക്ഷെ ക്രിസ്തുവിൽ നിന്നെല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചവരായിരിക്കാം. പുറമേ നോക്കുമ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരൊക്കെ ആയിട്ട് നടിക്കുന്നവരായിരിക്കാം. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ക്രിസ്തുവിന് ഫലം കൊടുക്കുന്നവരായി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അങ്ങനെ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിത്തീരും? ഹോശേയ പുസ്തകം 9 അധ്യായം 10 വാക്യം പറയുന്നത്, മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി, അത്തിവൃക്ഷത്തിൻ്റെ ആദ്യം ഉണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ബാൽപെയോരിൽ എത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ലജ്ജാബിംബത്തിന് ഏൽപ്പിച്ചു, അവരുടെ ഇഷ്ടദേവനെ പോലെ മ്ലേച്ഛത ഉള്ളവരായി തീർന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചവർ, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചവർ, കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളൊക്കെ കണ്ട ഒരു ജനത പലപ്പോഴും അവരുടെ വിശ്വാസ ജീവിതം വിട്ട് ജാതികളുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളിലേക്ക് പരസംഘങ്ങളിലേക്ക് ചെന്ന് അധപ്പതിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മഫലം കൊടുക്കാൻ കഴിയാതെ വണ്ണം അവർ ആത്മീയമായ അന്ധതയിലേക്ക് ആണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അങ്ങനെയാണോ എന്ന് നമ്മളൊരു ആത്മശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായം 13 വാക്യം നാം വായിക്കുമ്പോൾ കാണുന്നത്, ഇസ്രായേലിൻ്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. അവർ ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. അപ്പോൾ നമ്മുടെ 1 വാക്യം നമ്മൾ വായിച്ചപ്പോൾ കാണുന്നത്, അവൻ ആറ്റരിക്കുന്നത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും
ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് പറഞ്ഞിരിക്കാം. എന്താ അതിൻ്റെ കാരണമെന്ന് പറയുന്നത്? ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് നിൽക്കുന്ന വ്യക്തിക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകും, നന്മ ഉണ്ടാകും എന്ന് പറയും. എന്നാൽ ഇവിടെ അവർ എന്ത് ചെയ്തു? ജീവജലത്തിൻ്റെ ഉറവയെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെയാണോ? നാം ജീവജലത്തിൻ്റെ ഉറവയെ ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ മയങ്ങളിലേക്ക് വീണു പോകുന്നവരാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് സമൃദ്ധിയിൽ അതിൻ്റെ ശീതള ഛായയിലൊക്കെ ദൈവത്തെ വിട്ട് ലോകത്തിന് പിന്നാലെ പരക്കം പായുന്ന അനേക യുവാക്കന്മാരെ, യുവതികളെ ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഒടുവിൽ അവരുടെ ജീവിതം കനത്ത പരാജയത്തിലേക്ക് എത്തി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എവിടെ എത്തി നിൽക്കുന്നു? നാം ദൈവം തന്ന സമൃദ്ധിയും അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തിൻ്റെ പിന്നാലെ പായുന്നവരാണോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. മരുഭൂമിയിലെ മരീചിക തേടി ഒടുവിൽ എങ്ങുമെത്താതെ വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ അലഞ്ഞു വീണ് മരിച്ചു വീഴുന്ന ഹതഭാഗ്യന്മാരെ പോലെയാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതമെന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുമ്പോൾ നമ്മൾ യഹോവയിൽ ആശ്രയിക്കുന്നവരാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. 118 സങ്കീർത്തനം അതിൻ്റെ 8-9 വാക്യങ്ങൾ പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ആശ്രയം എവിടെ നിൽക്കുന്നു? മാനുഷിക കരങ്ങളിൽ ആശ്രയിച്ചാൽ നിരാശയായിരിക്കും ഫലം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം ദാവീദിൻ്റെയും ശൗലിൻ്റെയും ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്, ഏതാണ്ട് 38 വർഷം ദാവീദ് തൻ്റെ ശൗലിനെ പേടിച്ച് ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും പ്രാണഭയത്തിലായി പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും താൻ അപമാനിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും ദൈവത്തെ ഉപേക്ഷിക്കാതെ ദൈവത്തെ ആശ്രയിച്ച് യഹോവയിൽ തന്നെ ആശ്രയിച്ചതുകൊണ്ട് വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനായിരിക്കുന്ന ദൈവം ഒടുവിൽ അവനെ ഇസ്രായേലിൻ്റെ രാജാവായി ഉയർത്തിയതും ഇന്നും ഈ 3000-ലധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്നും ആ ദാവീദിനെ ഓർത്ത് നമ്മൾ അഭിമാനം കൊള്ളുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതം. ദാനിയേലിൻ്റെ ജീവിതം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ സിംഹക്കുഴിയിൽ നിന്ന് അവനെ ജീവനോടെ രക്ഷിച്ച ജീവനുള്ള ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ശദ്രക്, മേശക്, അബേദ്നെഗോയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ തീയിലേക്ക് അവനെ കൊണ്ടുപോയി ഇട്ടവരെല്ലാം കരിഞ്ഞു പോയപ്പോൾ ആ തീയുടെ മണം പോലും അടിക്കാതെ ജീവനിലേക്ക് തിരിച്ചു വന്ന ആ ഭക്തന്മാരെ നമുക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിയിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചതായിട്ടും ദൈവം കൈവിടാതെ അവരെ സൂക്ഷിച്ചതായിട്ടും അവരുടെ ജീവിതവും ജീവനുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രചോദനമായി തീർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് യഹോവയിൽ ആശ്രയിക്കും, ദൈവത്തിൽ ആശ്രയിക്കും, ദൈവം തന്നെ ആശ്രയമായിരിക്കുക ചെയ്യുക എന്ന് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ആമേൻ.